ആനയുണ്ടോ ചേട്ടാ? ആന ഇന്നലെ ഉണ്ടായിരുന്നത് ഇപ്പൊ രാത്രി പറഞ്ഞായിരുന്നു, കുഞ്ഞുങ്ങളെ തപ്പി വരുമല്ലേ. തപ്പി വരുമ്പോൾ വന്നിട്ട് ഇത് പഴയ കൂടല്ല, ഇതിനകത്ത് കുഞ്ഞൊന്നും കാണത്തില്ല. അപ്പൊ ഈ പുതിയ കൂട് മൊത്തം തപ്പി നോക്കുമ്പോൾ വീണ്ടും മഴ കൂടി വീണ്ടും വെള്ളം വന്നു. ഇതുവഴിയല്ലേ മേളിൽ നിന്ന്? നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളം വരും. വെള്ളം വരും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലേ, ഇവര് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ആ പിള്ളേരുമായിട്ട് ഇക്കരെ ഇരിക്കുന്നതാണ്. അപ്പുറത്തൂടെ നമ്മളിപ്പോൾ പാസ് ചെയ്ത അരുവിൽ കൂടെ മലവെള്ളം പോകുന്ന കാഴ്ചയാണ് കേട്ടത്. അപ്പോൾ ഈ മേളിൽ മഴ സമയത്ത് വെള്ളം വരുവാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ജീവിനെ അറിയാം. അപ്പൊ ഈ ജീവികൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഈ പൂച്ചകൾ ഇങ്ങനെ കയറി വരും. അടുത്ത് നമ്മൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്, ഇവിടെ നിന്ന് എടുത്താൽ പോരാ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മുത്തം വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ 6:30 മണിയാണ് സമയം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ മൂന്നാറിൽ. ഈ ഇന്നലെ അടിപൊളി എന്ന് പറഞ്ഞാൽ രാവിലെ ഒക്കെ രാത്രിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആ തണുപ്പത്ത് എഴുന്നേറ്റ് കുളിച്ചിട്ട് നമ്മൾ മറയൂർക്ക് പോകണുണ്ടോ. രാവിലെ പോവുകയാണെങ്കിൽ അത്യാവശ്യം ആനിമൽ സൈറ്റിങ് കാര്യങ്ങളെല്ലാം കിട്ടും. മറയൂരിൽ നിന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്. അവിടെ നമുക്കൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കാട്ടിലൂടെ ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് പോകുന്നൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. രാത്രി നല്ല സുഖം ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ജാക്കറ്റും എടുക്കുവാണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ജാക്കറ്റും എടുത്ത് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങുവാണ് യാത്രകൾ. അപ്പോൾ രാവിലെ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഇറങ്ങുവാണ്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയാണ്. 1 മണിക്കൂർ യാത്ര. ആദ്യം മൂന്നാർക്ക് വന്നിട്ട് കിട്ടില്ല ചായ കുടിക്കണം ഈ തണുപ്പത്ത്. അത് കഴിഞ്ഞിട്ടുള്ളൂ മുന്നോട്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ പ്രശാന്ത് നേട്ടം തന്നെയാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് കേട്ടോ. പ്രശാന്ത് നേട്ടാ, നമസ്കാരം. നേരെ മറയൂർ പോയേക്കാം അല്ലേ? രാവിലെ വല്ല ആനിമൽസിനെ കാണാൻ പറ്റുമോ? പോയി നോക്കാം അല്ലേ? കിട്ടിയാ കിട്ടി, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമയം പോലെ ഇരിക്കും. നമ്മളിവിടെ മൂന്നാർ ടൗണിലേക്ക് അടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്ട് KSRTCയുടെ ഈ പമ്പാണ് കേട്ടോ. രാവിലെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. ഇതാണ് രാവിലത്തെ സ്പെഷ്യല് വടൈ. ആഹാ, സുഖല്ലേ? എല്ലാം റെഡിയാണ് കേട്ടോ കാപ്പിക്ക്. ആണേ, പേരെന്നാണ്? അപ്പോൾ ചായ കുടിച്ച് നേരെ വിട്ടാലോ? ചായ കുടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു, അടിപൊളി ചായ. മൂന്നാർ വന്നു കഴിയുമ്പോൾ അല്ലേ, ഈ തണുപ്പത്ത് ഒരു കിടിലൻ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ സൂപ്പർ ഫീലാണ്. ഒരു മലയണ്ണാനെ കണ്ടിരിക്കുകയാണ് കേട്ടോ, മലയണ്ണാൻ. അപ്പോൾ ചേട്ടാ, ഇത് മറയൂർ ചന്ദനക്കാടാണ് കേട്ടോ. ഈ നിൽക്കുന്ന മരങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ചന്ദനമാണ്. അതായത് ഓരോ ഇതിലും ഓരോ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രസം കേട്ടോ ഇതുവഴിയുള്ള യാത്ര. നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോഴേക്കും ഇത് പറക്കും കേട്ടോ. അത്യാവശ്യം 2 മാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാനുകളൊരു കാഴ്ചയല്ല, പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ സൈറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചന്ദനക്കാട്ടിലൂടെ മീൻ വിറ്റ് പോകുന്ന ചേട്ടൻ എന്താ അല്ലേ. അപ്പോൾ ആ വഴി നേരെ മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ, കാന്തല്ലൂർ. ഇങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ചിന്നാർ, നമ്മുടെ തമിഴ്നാട് പോകുന്ന റൂട്ട്. ട്രക്കിംഗ് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കാപ്പ് കുടിച്ചിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നടക്കാമല്ലോ. അപ്പോൾ കാന്തല്ലൂരൊക്കെ പോകുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്, നല്ല നീറ്റാണ്, ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ കാന്തല്ലൂർ പോകുന്ന, മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. ഒന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. താഴോട്ട് പോയി കഴിയുമ്പോഴേക്കാണ് നമ്മൾ തൂവാനം വാട്ടർഫോൾസിൻ്റെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്തുന്നത് കേട്ടോ. പോയിട്ട് നോക്കട്ടെ. 8 മണിക്കാണ് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരാളാണെ തന്നെ കൊണ്ടുപോകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഒന്ന് വഴിക്ക് തന്നെയാണ് കേട്ടോ കരിമുട്ടി വാട്ടർഫോൾസ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതേണ്ട ഇങ്ങനെ ഒരു ആമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നക്ഷത്രയാമയാണ് കേട്ടോ. ഓ, ഇതൊരു ഷോപ്പാണ് കേട്ടോ ശരിക്കും. നക്ഷത്രയാമ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, തുറന്നു വിട്ടിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ചിന്നാറാണ്. അപ്പോൾ ഈ അതുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. കേരളത്തിൽ ഇവിടെ മാത്രമുള്ള നക്ഷത്രയാമകൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഇതായിട്ടാണ് അവരൊരു വലിയൊരു നക്ഷത്രയാമയുടെ ഒരു പ്രതിമയൊക്കെ നിർമ്മിച്ചത്. അതൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ നമുക്ക് ഹെർബൽ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കുഞ്ഞ് ഷോപ്പെല്ലാം അവർ ഇട്ടിട്ടുണ്ട്.
നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ റോഡിൽ നിന്ന് തൂവാനം വാട്ടർഫോൾസിൻ്റെ ഒരു മനോഹരമായ ദൃശ്യം കാണാൻ പറ്റുമോ കേട്ടോ. അങ്ങ് ദൂരെ അങ്ങോട്ട് വേണം നമ്മൾ കാട്ടിലൂടെ ട്രക്ക് ചെയ്ത് വേണം അങ്ങോട്ട്. തൂവാനം വാട്ടർഫോൾസിനെ ട്രക്കിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെയാണ് എത്തുന്നത്, ആനാമ്പെട്ടി. അതായത് ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളും ഉണ്ട്, അവരുടെ ഓഫീസും കാര്യങ്ങളും ഉണ്ട് ഫോറസ്റ്റിൻ്റെ. ഇവിടെ നിന്ന് നമ്മൾ വേണ്ട ടിക്കറ്റ് എടുക്കുക. ഒരാൾക്ക് 300 രൂപയാണ്. 300 എടുത്ത് നമ്മളവിടെ ഒരു ഗൈഡ് വരും. ഗൈഡിൻ്റെ കൂടെ നമുക്ക് നടന്ന് 3 കിലോമീറ്റർ ഈ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടി. രാവിലെ 8 മണി തൊട്ട് 2 മണി വരെയാണ് സമയമുള്ളത്. ഒരാൾക്ക് 300 രൂപയാണ്. പിന്നെ 2 ഇതുണ്ട് കേട്ടോ. ഒന്ന് തൂവാനം വാട്ടർഫോൾസും ഉണ്ട്, ഒരു കൾച്ചറലാണ്. എന്നാ പറയുന്നത്, ഒരു പാറയിൽ ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ചേക്കുന്ന വർക്ക് കാണാൻ വേണ്ടിയുള്ളത്. അതിനും സെയിം ഫീസും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടി. നമ്മുടെ കൂടെ വരുന്നത് ചേട്ടായുടെ പേരെന്നാ? മുരുകൻ ചേട്ടനാണ് നമ്മുടെ കൂടെ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ ഗൈഡാണ് വരുന്നത്. പോകുന്ന വഴിക്ക് ആനിമൽസിനെ കാണാൻ പറ്റുമല്ലോ ചേട്ടാ? കാണാം. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇല്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കമ്പെടുക്കണോ ചേട്ടാ? വേണ്ട. അട്ടയില്ലല്ലേ? അട്ടയില്ല. ഇത് ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് അട്ടയില്ല, അട്ടശല്യമൊന്നുമില്ല. അപ്പോൾ അത് ആ കാര്യം ഓർത്ത് നമ്മൾ പേടിക്കണ്ട കേട്ടോ. ആനയുണ്ടോ ചേട്ടാ? ആന ഇന്നലെ ഉണ്ടായിരുന്നത് ഇപ്പൊ രാത്രി പറഞ്ഞായിരുന്നു. ഓക്കെ. പക്ഷെ പോകുന്ന വഴിക്ക് ചിലപ്പോ ആന കണ്ടില്ലെങ്കിൽ ചിലപ്പോ കൽപ്പാടൊക്കെ ഉറപ്പായിട്ട് കാണാം. കാൽപ്പാട് കാണാം അല്ലേ? കാട്ടുപോത്തുകൾ ഉണ്ടല്ലേ? കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ചന്ദനമരമാണ്. ഇത് ചന്ദനമാണല്ലേ? അത്തേല ചന്ദനമരത്തിലെല്ലാം മാർക്കുണ്ടല്ലോ ഓരോ. ഉണ്ട്. ഓക്കെ. ഈ പോകുന്ന വഴി അത്യാവശ്യം തെളിച്ചിട്ടേക്കും അല്ലേ? അത്യാവശ്യം നമ്മൾ പോകുന്ന വഴി വർഷം ഇങ്ങനെ തെളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. കാന്താരി മുളക് ചെടി, കാട്ടിലെ കാന്താരി മുളക് കേട്ടോ. പ്രത്യേകതയുണ്ട് കേട്ടോ. കമ്പൊക്കെ ഉണ്ടല്ലേ? ശരിക്കും നല്ല എരിവാണ് ഇത്. എരിവും കൂടുതലല്ലേ? എരിവ് കൂടുതലാണ്. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കൂർ അങ്ങോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു അവിടെ എത്താൻ വേണ്ടി. പിന്നെ നമ്മൾ അവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ തിരിച്ച് 1 മണിക്കൂർ നടത്തമാണ്. വേറെ തടസ്സങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കേട്ടോ. പക്ഷെ പോകുന്ന വഴികൾ ഇവർ നല്ല നീറ്റായിട്ട് എന്നാ പറയുക തെളിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കേണ്ട. അട്ടശല്യവും ഇല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ആനിമൽ സൈറ്റും എല്ലാം കിട്ടുമെന്ന് നോക്കാം. 2016 അവിടെ ഒരു കൊമ്പനുണ്ടായിരുന്നു. കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പൊ ഒരു ഹിന്ദിക്കാരി ചേച്ചി, ഞാന്, പിന്നെ ഹിന്ദിക്കാരി ചേച്ചി, മറ്റേ ഭർത്താവ്, 3 പേരാണ്, ഒരു മകൻ. 3 പേരാണ് ഞങ്ങൾ ഇത് വഴിക്ക് നടന്നു പോയത്. അവിടെ പോകുമ്പോഴാണ് കാണിച്ചു ആന കിടന്നതെന്ന്, ഇത് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹിന്ദിക്കാരി ചേച്ചി അടുത്ത് പോയി നമ്മള് ഫോട്ടോ എടുക്കണം വിചാരിച്ചു അവിടെ വരെ പോയി. പോയപ്പോ ആ കൊമ്പൻ, ഉറങ്ങിക്കിടന്ന കൊമ്പൻ എണിച്ച് ഓടിയെന്ന്. ഇതുവഴി കൂടി ഇങ്ങനെ ഓടിയെന്ന്. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു മർത്തം തട്ടി വിട്ടു, എന്റെ തലയ്ക്ക് അടിച്ച്. ആ ചേച്ചിനെ കൈ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് അവിടെ വരെ പോയി. ആ ആൽമരം അപ്പൊ വീണില്ല, നേരെ നിന്നായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് വന്നിട്ട് ഒരു മരം ഇങ്ങനെ കിടക്കുമ്പോൾ വന്നിട്ട് ആ ചേച്ചി വന്നിട്ട് ആ മരത്തിൽ കാൽ തട്ടി താഴോട്ട് വീണപ്പോ തന്നെ ആ കൊമ്പനെടുത്ത് കാലിങ്ങനെ വെച്ച്. അപ്പൊ ഇതുപോലെ വടി ഉണ്ടായിരുന്നു. അടിക്കുന്നത് പോലെ ഇങ്ങനെ ആശങ്ക കണ്ണടച്ച് ഇങ്ങനെ തിരിഞ്ഞു. അപ്പൊ തന്നെ ആ ചേച്ചിനെ പൊക്കി എടുത്തിട്ട് കുറച്ചങ്ങോട്ട് പോയി. അതിനു മുമ്പ് തന്നെ ഓഫീസിൽ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്ന്. അല്ല തീർന്നാനെ, ഉറപ്പായിട്ട് തീർന്നാണ്. പക്ഷെ അതാണ് നമ്മൾ കാട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് അല്ലേ? അടുത്ത് നമ്മൾ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? ഇവിടെ നിന്ന് എടുത്താ പോരെ. ആ വീതിയിലാണ് കിടന്നത്. അവിടെ വരെ ഇറങ്ങി പോയി ആ ചേച്ചി വന്നിട്ട്. 2-3 പേരോട് ചോദിച്ചപ്പോഴേ പാമ്പ് ശല്യം കൂടുതലാന്ന് പറഞ്ഞല്ലോ ഇവിടെയോ? പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. പാമ്പുണ്ട്, പക്ഷെ എപ്പോഴും ഒന്നും കാണത്തില്ല. ഇല്ല. ചില സമയത്ത് കുറെ പാമ്പുകൾ, ഈ പാമ്പിന്റെ സീസൺ സമയത്ത് കുറെ പാമ്പുകൾ കാണാം. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാം. പിന്നെ എപ്പോഴും അതേപോലെ പാമ്പുകളൊന്നും കാണത്തില്ല. ഇല്ല. നമ്മുടെ നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേ നമ്മൾ തെളിച്ചിട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഇഷ്ടം പോലെ മുളകാണ്. ഉണ്ടോ? വഴി നിറച്ച് തേണ്ടേ മുളക് കേട്ടോ. കാട്ടിലെ കാന്താരി മുളക്. നമ്മൾ ആ സൈഡിൽ കൂടെ വന്ന അരുവി നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ക്രോസ് ചെയ്തിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അവിടെ ഒരു സായിപ്പൊക്കെ ഉണ്ട്. സായിപ്പ് മടുത്തുനിന്ന് പോകും. ഇത് എല്ലാ സമയത്തും ഇത്ര വെള്ളം കാണത്തുള്ളൂ? ഇല്ല, ഇതിടയ്ക്ക് ഇത് ഡ്രൈ സമയത്ത് വന്നിട്ട് ഈ വെള്ളം വറ്റിപ്പോകും. പക്ഷെ ഇപ്പൊ 2-3 കൊല്ലമായിട്ട് വറ്റി പോകുന്നില്ല. നമ്മളൊക്കെ തെന്നി പോയി കഴിഞ്ഞാൽ വേണ്ട വെള്ളത്തിൽ കിടക്കും. പിന്നെ മൊത്തം സൈഡിൽ കൂടെ പാറയാണ്. ഇവര് തെന്നി വീണതാണ് ഇപ്പൊ. അവര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവര് തെന്നി വീണിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ പോയി വീണത് സാരമില്ല. സമയത്ത് നമുക്ക് ടാങ്കറിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കും. വെള്ളം ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ഇവിടെ കാട്ടുപോത്തുകൾ, ബാക്കിയുള്ള മൃഗങ്ങൾ മൊത്തം ഇവിടെ വന്ന് വെള്ളം കുടിക്കും. ആ സമയത്ത് വരുവാണ് എല്ലാത്തിനും കാണാൻ തോന്നുന്നു അല്ലേ? ഇത് ആനകൾ ഇത് വഴി കൂടി വരുമ്പോൾ വന്നിട്ട് ഈ ഇതുപോലെ മരങ്ങള്, പാറകളോ ഉണ്ടെങ്കിൽ ശരീരം വന്നിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന അല്ലേ? ഉരയ്ക്കുന്നതാണ് ഇത് വന്നിട്ട്. ഇത് എന്നാ മരോ? ഇത് പുരുഷന്മാർന്ന് ഇവിടെ പേര് പറയും.
മലയാളത്തിൽ എന്ത് പേരെന്ന് അറിയത്തില്ല, തമിഴ് പേരാണ് ഇത് വന്നിട്ട്. എന്താണ് പേര്? പുരുഷമരം. പുരുഷമരം. പുരുഷമരം ഇതിന്റെ പേര്. ചേട്ടാ അതുപോലെ ആനയൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ആനയുടെ മണം കിട്ടത്തില്ലേ? കിട്ടും. നമുക്കറിയാം. അപ്പൊ ദൂരത്തുനിന്ന് വരുമ്പോഴേ ദൂരത്തിരുന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ അതിന്റെ ആനയുടെ അത് നടന്നാലും ശരി അവിടെ നിന്നാലും ശരി, ആ ആനയുടെ പാത്രത്തിൽ ആ കാറ്റ് നമ്മുടെ ഭാഗത്ത് വരുവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ സ്മെല്ല് നമ്മൾ കിട്ടും. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് കാറ്റ് അങ്ങോട്ട് അടിക്കുവാണെങ്കിൽ നമ്മുടെ സ്മെല്ല് അതിന് കിട്ടും. അതിന് കിട്ടും. അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. വളരെ സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ട്രെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഗ്രൂപ്പായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ടീമിൻ്റെ കൂടെ ഒരു ഗൈഡ് വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാരണ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഒരു 6 പേര് 5 പേരുണ്ടെങ്കിൽ അവർ പോകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അത്ര പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ആ കാര്യത്തിൽ സൂപ്പറാണ്. വേറെ ഒരാൾ തന്നെ വന്നാൽ ഒരാളുടെ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഇവരോട് നടന്നാൽ മതി. നമുക്ക് ട്രെക്ക് ചെയ്ത് തിരിച്ചു വരാം കാട്ടിലൂടെ. ഭാഗ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ആനിമൽസിനെ കണ്ടിട്ട് വരാം. വയറിൽ മറ്റേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമല്ലേ, ഏതാ അതിന് ഗർഭിണിയാകുമല്ലേ, ആ സമയം തൊട്ട് വന്നിട്ട് വേറെ ഒരു 4-5 കൂടുകളാണ് ഇങ്ങനെ പലരെണ്ണം വന്നിട്ട് കെട്ടുന്നത്. അപ്പൊ കെട്ടുന്ന 4-5 കൂടുകൾ എന്തിനാന്ന് പറഞ്ഞാൽ ഈ മരം ആ മരം ഇതുപോലെ പല മരത്തിൽ ഇങ്ങനെ കൂട് കെട്ടി വെക്കും. അപ്പൊ ആദ്യം കെട്ടുന്ന കൂട് വന്നിട്ട് പഴയ കൂടാകും. അപ്പൊ ഇത് പ്രസവിക്കുന്ന വന്നിട്ട് ഈ ആദ്യം കെട്ടിയ കൂടിലാണ് പ്രസവിക്കുന്നത്. അപ്പൊ വന്നിട്ട് ഈ പരുന്ന് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തപ്പി വരുമല്ലേ, തപ്പി വരുമ്പോൾ വന്നിട്ട് ഇത് പഴയ കൂടല്ല, ഇതിന്റെ അകത്ത് കുഞ്ഞൊന്നും കാണത്തില്ല. അപ്പൊ ഈ പുതിയ കൂട് മൊത്തം തപ്പി നോക്കും. അവിടെ കുഞ്ഞൊന്നും ഇല്ല. അപ്പൊ പഴയ കൂടൊന്നും തപ്പി നോക്കത്തില്ല. അപ്പൊ ആ കുഞ്ഞു വന്നിട്ട് ഈ പഴയ കൂടിലാണ് അത് പ്രസവിച്ചിരുന്നത്. അതിന്റെ ഒരു ബുദ്ധി അല്ലേ, അതിന്റെ ബുദ്ധിയാണ്. അതായത് 4 കൂടുകൾ മലയണ്ണാൻ ഉണ്ടാക്കും. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് മലയണ്ണാനെ സംരക്ഷിക്കുന്നത്. നല്ലൊരു ഇറക്കം കേട്ടോ. തിരിച്ച് കയറി വരുമ്പോൾ നല്ല രീതിയിൽ കയറേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു കുന്നാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ട്രക്കിങ്ങിന് വരുന്നവർ, അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർ തന്നെ വരിക. ചേട്ടാ ഇതൊക്കെ ആന ഇറങ്ങുമോ? ഇറക്കം ആദ്യമായിട്ട് പറയുവാണെങ്കിൽ ഇത് ആനയും ഈ കാട്ടുപോത്തുകളും ഈ കാട്ടിൻ്റെ അകത്തെ അത് നടന്ന വഴിയാണ് ഇത് വന്നിട്ട്. ആ വഴിയിലാണ് നമ്മളിപ്പോ പോകുന്നത്. ഈ മുള്ളിച്ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടി മാറ്റിയിട്ട് നമ്മൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ വഴിയായിട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ വഴി ഉണ്ടാക്കിയതില്ല, മൃഗങ്ങളാണ് ആദ്യമായിട്ട് കാട്ടിൻ്റെ അകത്ത് വഴി ഉണ്ടാക്കി വെക്കുന്നത്. അത് ഈ ഇറക്കമില്ല, ഇതുപോലെ എത്രയും വലിയ ഇറക്കം ആയാലും ആന ഇറങ്ങും, ഉറപ്പായിട്ട് ഇറങ്ങി പോകും. നമ്മളീ പറയുന്നതാണ് ആനയ്ക്ക് ഇറക്കം പേടിയാന്നൊക്കെ ചുമ്മാ പറയുന്ന. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇറങ്ങി പോകാതെ പറ്റുമ്പോൾ ഈ കാല് മുമ്പിലുള്ള കൈ ഇങ്ങനെ കാലുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചറന്ന് ഇങ്ങനെ ഇറങ്ങി പോകും ആന വന്നിട്ട്. നമ്മൾ ഈ മറ്റേ പാർക്കിൽ പോകുന്ന സെറ്റപ്പ് അല്ലേ, അങ്ങനെ അതുപോലെയാണ് ആനകൾ ഇപ്പൊ ഇറങ്ങി നടക്കുന്നത്. കാട്ടിനകത്ത് വഴികൾ ഉണ്ടാക്കുന്ന വന്നിട്ട് ആനയും കാട്ടുപോത്താണ് ആദ്യമായിട്ട്. നമ്മൾ നടന്നു ചെല്ലുന്നത് വേണ്ടേ ഇങ്ങനൊരു കാട്ടുപുഴയാണ് കേട്ടോ. അത് ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. ഇവിടെ അടിപൊളിയാ കേട്ടോ. പക്ഷെ കുളിക്കാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഇതൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ 8 കാലി പോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് 8 കാലിയല്ല. ഇതെന്താണ് ചേട്ടാ? ഇവിടെ ഈ ജീവിന്റെ പേര് വരയാട് എന്ന് പറയും. ഞങ്ങൾ വന്നിട്ട് വരയാട് എന്ന് പറയും. ഈ പാറയിൽ ഇങ്ങനെ കിടക്കുന്നില്ലേ, അപ്പൊ ഇതിന്റെ നമ്മൾക്ക് ഇത് ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നില്ല, ഇരിക്കുമ്പോൾ ഈ മേളിരുന്ന് മഴ സമയത്ത് വെള്ളം വരുവാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ജീവിനെ അറിയാം. അപ്പൊ ഈ ജീവികൾ പതുക്കെ ഇങ്ങനെ ഈ പൂച്ചകൾ ഇങ്ങനെ കയറി വരും. മലവെള്ളം വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും. ഈ ജീവികൾ നമ്മൾ കണ്ടാൽ മതി. ഇത് കയറി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അപ്പൊ ഇതിൽ വെള്ളം വരുന്നുണ്ട്. അതുപോലെ നമ്മള് വെള്ളത്തിൽ ഉപകാരിയാണ് ഇത് വന്നിട്ട്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ വലിയ ഭീകരതയൊന്നും തോന്നുന്നില്ലേലും നമ്മളെ നടുക്കാട്ടിലാണ് കേട്ടോ. ഇതുവരെ ആനിമലൊന്നും വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടായിയുടെ കഥയൊക്കെ പറഞ്ഞ് കാട്ടിലെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാം. അങ്ങനെ ഏകദേശം നമ്മൾ ട്രക്കിങ് പകുതിയായി. ഇനി ഒരു 1.5 കിലോമീറ്ററൂടെ. അതുപോലെ കാട്ടിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പറ്റുമെങ്കിൽ പച്ച കളറ് ഡ്രസ്സ് ഇടുക. നമ്മളിട്ടത് തെറ്റാണ്. അതുപോലെ തന്നെ സ്പ്രേ കാര്യങ്ങളൊന്നും അടിച്ചിട്ട് വരരുത്. സ്പ്രേ അടിക്കരുത്. രണ്ടാമത് പറ്റുമെങ്കിൽ പച്ച കളറ് ഉടുപ്പിടുവാണെങ്കിൽ, അതായത് നമ്മുടെ പുല്ലിൻ്റെ ഒക്കെ കളറുള്ള ഉണ്ടല്ലോ, ഈ ഫോറസ്റ്റുകാർ ഇടുന്ന സൈസ്, അതാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ
ഈ കാണിച്ചത് മൊത്തം കോമാളിത്തരമാണ്, ഇതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ വരുന്നവരാണെങ്കിൽ അത് ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും അത്ര വലിയ അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ അറിവിൽ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. പാട്ടയും കാര്യങ്ങളൊന്നുമില്ല. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗം തന്നെയാണിത്. മലയണ്ണാനെ സംരക്ഷിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൂടെയാണ് കേട്ടോ ചിന്നാർ. ലങ്കൂർ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണ് കേട്ടോ. അതിൻ്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുരങ്ങുകളാണ്. നമ്മളെ കാണുമ്പോഴേക്കും നിങ്ങൾ ഓടി ഒളിക്കുക. 2-3 മാസം മുമ്പ് തന്നെ ഇതിൽ നമ്മൾ ട്രക്കിംഗ് പോയി തിരിച്ചു വരുമ്പോൾ വന്നിട്ട് ഇത് വെള്ളം വരുമ്പോൾ 2 കുട്ടികൾ ഞാൻ എടുത്തോണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ 2 കേടായിരുന്നു ഞങ്ങൾ കൂട്ടത്തിൽ വന്നായിരുന്നു. വരുമ്പോൾ വന്നിട്ട് ബാക്കി അവരുടെ കുടുംബങ്ങൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വിട്ടുപോയി. ഫാമിലി കൂടെ തന്നെ അപ്പുറത്താ നമ്മളും പിള്ളേരും അല്ലേ. പിന്നെ മഴ പെയ്ത് വെള്ളം കുറഞ്ഞു വന്ന് അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ വരണമെന്ന് വിചാരിച്ച് അവർ എണിക്കുമ്പോൾ വീണ്ടും മഴ കൂടി വീണ്ടും വെള്ളം വന്നു. ഇതുവഴിയല്ലേ മേളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളം വരും. വെള്ളം വരും. അങ്ങനെ 2-3 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് പിന്നെ വെള്ളം കുറെ മുട്ടിട്ട് പിന്നെ അങ്ങോട്ട് പിള്ളേര് കരച്ചിലായിരിക്കും അല്ലേ. അയ്യോ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലേ, ഇവര് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ആ പിള്ളേരുമായിട്ട് ഇക്കരെ ഇരിക്കുന്നതാണ്. അപ്പുറത്തൂടെ നമ്മളിപ്പോൾ പാസ് ചെയ്ത ആ അരുവിൽ കൂടെ മലവെള്ളം പോകുന്ന കാഴ്ചയാണ് കേട്ടത്. എൻ്റെ അമ്മോ, 2 പിള്ളേരെ സേവ് ചെയ്തല്ലേ. കുറച്ചു നേരം അവർ പേടിച്ചു കാണും അല്ലേ ഏട്ടാ. അവർ പേടിച്ച് പിന്നെ കരയും ചെയ്ത് അങ്ങോട്ടുള്ളവരും കരഞ്ഞു, ഇവരും കരഞ്ഞു പോയി. ഓ എന്നാ വെള്ളം നോക്കിയാ പെട്ടെന്നല്ലേ. ഇതൊക്കെ മുള്ളമ്പന്നിയുടെ കലവിരുതാ കേട്ടോ. വന്നിട്ട് ചുമ്മാ മാന്തിയിട്ട് അല്ലേ, വേര് മാന്തിയിട്ടിട്ട് പോകും. വാട്ടർഫോൾസിൻ്റെ ആദ്യത്തെ വ്യൂ നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര ഇങ്ങ് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് വാട്ടർഫോൾസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്നത്. അടിപൊളി. അവിടെ നമുക്കൊരു വേറൊരു 3 വെള്ളച്ചാട്ടമാണ് ടോട്ടലായിട്ടുള്ളത്. ഇത് മെയിൻ വരുന്ന വെള്ളച്ചാട്ടം, പിന്നെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം, പിന്നെ 3ാമത്തെ വെള്ളച്ചാട്ടം. അങ്ങനെ 3 ലെയറായിട്ടാണ് കേട്ടോ താഴേക്ക് വരുന്നത്. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. സമയം 11 മണിയായി. തിരിച്ച് 1 മണിക്കൂർ നടന്നാലാണ് നമുക്ക് അവിടെ എത്താൻ വരുന്നത് കേട്ടോ. വരുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല. അത്രയ്ക്ക് അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂന്നാറിൽ എത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാട്ടിലൂടെ ട്രക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. അതാണ് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. സെൻറ്ററിൽ വന്നു. ചേട്ടാ ഒത്തിരി താങ്ക്സ്. നമ്മൾ ചേട്ടായിയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നത്. അടിപൊളിയായിരുന്നു. ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ അങ്ങോട്ടും 1 മണിക്കൂർ ഇങ്ങോട്ടും, അവിടെ 1 മണിക്കൂർ നിൽക്കാനൊക്കെ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ്. ഏറ്റവും വെള്ളമുള്ളത് എപ്പോഴാണ്? വെള്ളം ഇപ്പം അടുത്ത മാസം വെള്ളം കൂടും. ഡിസംബർ ആകുമ്പോഴേക്കും നല്ല വെള്ളമായിരിക്കും കേട്ടോ ആ സമയത്ത്. പിന്നെ നമുക്ക് ആനിമൽസിനെ കൂടുതൽ കാണാൻ പറ്റുന്നത് എപ്പോഴായിരിക്കും? രാവിലെ വൈകുന്നേരം സമയം. രാവിലെ വൈകുന്നേരം. ഏത് മാസമായിരിക്കും? ഏത് മാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാം. എപ്പോഴും കാണാം. അത് നമ്മൾ വരുന്ന ഒരു സമയത്തിൻ്റെ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു വെള്ളം അവിടെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ വേണ്ട ചിന്നാർ സ്പെഷ്യൽ ഒരു മറുനീണ്ടി ചായ ഉണ്ട്, 20 രൂപ വരുന്നത്. പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യാം. നല്ല അടിപൊളിയാണ്. ഇതിനകത്ത് കേട്ടോ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അത് സൂപ്പറായി പോയല്ലോ. നാച്ചുറലായിട്ടുള്ള സംഭവം. ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഈ ഇങ്ങനത്തെ ട്രക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മൂന്നാറിലെ അടുത്ത കാഴ്ചയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.